പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വേർ ദിസ് ഗോസ്. ഓക്കെ, അത് കഴിഞ്ഞ് നാലാമത്തെ ചാറ്റ് ഞാനിവിടെ നാലാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. ഇതിൽ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ? ഓക്കെ, ലെറ്റ്സ് നോ ഈച്ച് അതർ. വൈ ഡു യു ഹാവ് ടു നോ ഹർ? കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മിന്നും താരം അക്ബർ ഖാന്റെ ഞെട്ടിക്കുന്ന ചാറ്റ് പുറത്തു വന്നു. എന്റെ പൊന്നളിയ, നീ സിംഗിൾ ആയിരുന്നെങ്കിൽ നിനക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുന്ന സമയത്ത് ഈ ലോകത്തിലെ ഏത് നാറികളും നിന്നെ വലിച്ചു കീറിയാലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തേനെ. പക്ഷെ ഇവിടെ നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിന്റെ ഓപ്പോസിറ്റ് നിന്ന മദർ തെരേസയില്ലേ, അവൾ ആരാണെന്ന് അറിയണ്ടേ? അവളെ എക്സ്പോസ് ചെയ്യണം. അവളെയാണ് എനിക്ക് എക്സ്പോസ് ചെയ്യേണ്ടത്. കാരണം അക്ബറിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾ മനസ്സിലാക്കിയില്ലായിരുന്നു അക്ബർ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെന്ന്. എന്നാൽ പിന്നെ പോയി അക്ബറിന്റെ ഇൻസ്റ്റ ചെക്ക് ചെയ്തപ്പോഴാണ് താൻ മനസ്സിലാക്കിയത് അക്ബർ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെന്ന്. അക്ബറിനെ അവക്ക് നേരത്തെ അറിയാം. എങ്ങനെ അറിയാം? ബിഗ് ബോസിൽ കണ്ടൊരു പരിചയം. ബിഗ് ബോസിലെ മിന്നും താരമായ അക്ബറിന് ഭാര്യയില്ല, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് അറിഞ്ഞില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അതിന്റെ റീസൺ, ബിഗ് ബോസിന്റെ അകത്ത് തന്നെ അവന്റെ ഭാര്യ വന്നു. അതെല്ലാം പോട്ട്. ഓക്കെ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ അക്ബറിന്റെ ഭാര്യ വൈറലായത്. അതെങ്ങനെ? മറ്റേ എയർപോർട്ടിൽ വന്ന സമയത്ത് അക്ബറിന്റെ ഭാര്യയെ മാത്രം അക്ബർ കെട്ടിപ്പിടിക്കുന്നില്ല, നേരെ ചൊവ്വ അവരാണ് ഓടി നടന്ന് അങ്ങനെ ഏറിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ വസ്മിനയുടെ കൂട്ടുകാരിക്ക് അറിഞ്ഞൂടെ അക്ബർ എൻഗേജ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണെന്ന് അറിഞ്ഞൂടാതെയാണ് താൻ ചാറ്റ് ചെയ്തതെന്ന്. നിനക്കെന്തേലും ഈ ടിൻഡറിന്റെ അകത്ത് പരിപാടി? നിനക്കെന്ത് ഇരുപത്തായിരുന്നു അതിന്റെ അകത്ത് പരിപാടി? വരുന്നു, അതിലെണ്ണൻ വരുന്നു. നമുക്ക് രണ്ട് സൈഡ് സംസാരിക്കണമല്ലോ. ഇവിടെ അക്ബറിനെ മാത്രം ചെളിവാരി അടിച്ചുകൊണ്ട് എല്ലാവരും സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഒരു സൈഡ് കിടപ്പുണ്ട്. ഫസ്മിനയുടെ കൂട്ടുകാരിയാ. ആരുടെ കൂട്ടുകാരി? ഫസ്മിനയുടെ കൂട്ടുകാരി. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കണം തോന്നി. എന്റെ തലയ്ക്കത്ത് നേരെ അതാണ് പോയത്. ഇവിടെ ഞാനും ഒരാണാണ്, എല്ലാ വിചാരങ്ങളും എനിക്കും ഉണ്ട്. പക്ഷെ ഞാൻ സിംഗിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപരാധങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നോ പ്രോബ്ലം എന്ന് വെച്ചിട്ട് ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഗാന്ധിജിയല്ലേ, എങ്കിൽ എന്നെ മടൽ വെട്ടി അടിച്ച് റോട്ടിയിട്ട് അടിച്ച് തീർക്കണം. അത് വേറെ കേസ്. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരത്തെങ്കിലും ചാറ്റ് ചെയ്യുക, പരസ്പര ഇഷ്ടത്തോടെ ചാറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നോ ഓപ്ഷൻ. കാരണം പരസ്പര ഇഷ്ടത്തോടെ എന്തെങ്കിലുമൊക്കെ അപരാധങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെയും നമ്മളെ കുറ്റം പറയാനില്ല. പക്ഷെ ഒരു റിലേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ റിലേഷനിൽ ഒരു ജെന്യൂനിറ്റി കീപ്പ് ചെയ്യണം. അല്ലാണ്ട് ആ റിലേഷൻ്റെ അകത്ത് ഇരുന്ന് കൊണ്ടിട്ട് എന്തെങ്കിലും അപരാധങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതല്ല. ഇനിയിപ്പോൾ നാളെ എൻ്റെ ചാറ്റ്, ഞെട്ടിക്കുന്ന ചാറ്റ് അതിൻ്റെ വന്നത്, ആ ടിൻഡറും ബങ്കർ ജമ്പർ വഴിയൊക്കെ എൻ്റെ ചാറ്റ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല. കാരണം ഞാൻ സിംഗിളാ. എങ്ങനെ? ഞാൻ സിംഗിളാ. പക്ഷെ ഞാനൊരു റിലേഷൻഷിപ്പിലായതിനു ശേഷമാണ് എൻ്റെ ഇതുപോലത്തെ ഒരു ചാറ്റ് വന്ന് അവൾ അറിയുന്നതെങ്കിൽ ഞാൻ അവളെ ചതിക്കുന്നതിന് തുല്യമല്ലേ? ഞാൻ ഒരാളെ റിലേഷൻഷിപ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ അവളെ ചതിക്കുന്നതിന് തുല്യമല്ലേ? ആ പണിക്ക് ഞാൻ എന്തായാലും നിൽക്കത്തില്ല. അക്ബർ, അതുകൊണ്ടാണ് എനിക്ക് നിന്റെ അടുത്ത് യോജിപ്പില്ലാത്ത. നീ ആ പണിയാണ് ചെയ്തത്. നീ മറ്റേ ട്വിറ്ററിലൊക്കെ പോയി ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഓക്കെ അവൻ ചാറ്റ് ചെയ്തു, പക്ഷേ അവൻ മോശമായിട്ടൊന്നും ചാറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ടിൻഡറിൻ്റെ അകത്തൊക്കെ പോകുന്ന ഡേറ്റിംഗ് ആപ്പാണ്. പെണ്ണുങ്ങളെ സെറ്റ് ചെയ്യുക, പയ്യന്മാരെ സെറ്റ് ചെയ്യുക, ഈ ഒരു പരിപാടി അതിൻ്റെ അകത്തുള്ളൂ. ആ പരിപാടി ചെയ്യുന്ന ഒരു ആപ്പാണ്. ആ ആപ്പ് ഒരു കോപ്പാണ്. ആ കോപ്പിൻ്റെ അകത്ത് പോയിട്ടാണ് ഈ കോപ്പിലെ പരിപാടിയാണ് ചേറിപ്പോയി. ഞാൻ ഇടയ്ക്കും മറ്റേ വൈബിലിയ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന സാമാനത്തിൽ ഞാൻ പോയിട്ട് ഇതുപോലെ പൈസ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടാകും. ഞാൻ അന്ന് ആ ആപ്പിനെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ അകത്ത് പോയിട്ട് സ്വന്തം അനുഭവം തേടി വന്നത്. അന്ന് ഇതുപോലെ ലോഗിൻ ചെയ്ത് പൈസ കൊടുത്ത് കോൾ ചെയ്ത് സംസാരിച്ച സമയത്ത് മാന്യമായിട്ട് സംസാരിച്ച പെൺകുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ ക്രമേണ അത് റൂട്ടിലോട്ട് വരുന്ന രീതിയായിരുന്നു. എന്നാലും ആദ്യമേ എടുത്ത സമയത്തിന് ഏട്ടെന്താ ഇട്ടിരിക്കുന്നത്, ഏട്ടൻ്റെ ജമ്പർ എന്നുള്ള സെറ്റപ്പിൽ പിടിച്ച ട്രാക്കുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും അത്യാവശ്യം അപരാധങ്ങളും നല്ല കാട്ടപരാധങ്ങളും ഇത്തരം ആപ്പുകളിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അത് വേറൊരു സത്യമാണ് കേട്ടോ. ഇനി അക്ബറിനെ നേരെ മനസ്സിലാകാത്തവർക്കും അല്ലെങ്കിൽ അക്ബറിന്റെ കാര്യങ്ങൾ അറിഞ്ഞൂടാത്തവർക്കും എയർപോർട്ടിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന അക്ബർ അവിടെ കാട്ടിക്കൂട്ടിയ കുറച്ച് കോലാഹലങ്ങൾ ഞാനൊന്ന് കാണിക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പിടികിട്ടും. മേളമൊക്കെ കൊട്ടൊക്കെ അടിച്ച് അക്ബർ ഇങ്ങനെ വരികയാണ്. രണ്ട് പെട്ടി കയ്യിലുണ്ട്. ബ്ലാക്ക് ഭാര്യ വരുന്നു, ആദ്യം തന്നെ കെട്ടിപ്പിടിക്കുന്നു. വാവ്, അമേസിങ്. അതിനുശേഷം ഉമ്മയാണെന്ന് തോന്നുന്നു.
കെട്ടിപ്പിടിക്കുന്നു, ഓരോരുത്തരായിട്ട് കെട്ടിപ്പിടിക്കുന്നു. പിന്നെ ഭാര്യ പൂ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അക്ബർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അന്ന് ഭാര്യ ഏറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അക്ബർ ഭാര്യ അതിന്റെ ഇടയിൽ കൂടി കിടന്ന് അക്ബർ ഇട്ട എന്നൊക്കെ കിടന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഏട്ടനെ കിട്ടുന്നില്ല. ഏട്ടൻ ബാക്കിയുള്ളവരെ കെട്ടിപ്പിടിക്കുന്ന തെടുക്കത്തിലാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പ്ലക്കാർഡും ഫ്ലക്സും ഒക്കെ വെച്ച് കുറെ ടീമുകൾ അവിടെ നിൽക്കുന്നു. അക്ബർ ബാക്കിയുള്ള എല്ലാ സകലമാന ആൾക്കാരെ കെട്ടിപ്പിടിച്ചിട്ട് ഭാര്യ മാത്രം അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഉമ്മ കൊടുക്കാൻ ശ്രമിക്കുന്നു, കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു. എനിക്ക് കൂടി ഒരു അവസരത്തായി എത്തുന്നില്ല, കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥ. ഭാര്യയെ അവൻ നോക്കുന്നു പോലുമില്ല. അപ്പ പുറിയില്ലേ, ഇപ്പ പുറിയത്. കാശുമാല ഡേ, പണക്കാരൻ. ഭാര്യയാണ് കൂളിംഗ് ഗ്ലാസും വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അവനാണ് ബാക്കി സകലമാന ആൾക്കാരെ കെട്ടിപ്പിടിക്കുന്നു, മൈൻഡ് ചെയ്യുന്നു. ഇവൾ ആദ്യം ഓടി വന്ന സ്ഥിതിക്ക് അവളൊന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ മൈൻഡൊന്നുമില്ല. അങ്ങനെ അന്ന് അക്ബറിന്റെ ഭാര്യ പറക്കുകയായിരുന്നു എയറില്. നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും അപ്പുറത്തിരിക്കണവന്മാരെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അക്ബറിന്റെ ഭാര്യ മാത്രം ലാ 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 ഈ ഒരു സെറ്റപ്പിൽ സൈഡിൽ കൂടി പോയി. പോട്ട് കഴിവില്ലാത്തവരെ സമൂഹം അംഗീകരിക്കത്തില്ല, സ്വാഭാവികം. അങ്ങനെ ഭർത്താവ് വേറെ എവിടെ പോയി കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പോലും പറ്റാതെ പോയി. ഇതാണ് അക്ബർ, അറിയാമല്ലോ എല്ലാവർക്കും. ഇനി സംഭവം നമുക്ക് നേരെ വിഷയത്തിലോട്ട് പറയാം. ഫസ്മിന സഖി. ഫസ്മിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഫസ്മിനെയാണ് ഈ ഒരു വിഷയം പുറത്തു കൊണ്ടുവരുന്നത്. ഫസ്മിനെ കൊണ്ടുവരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ കൂട്ടുകാരിയുടെ അടുത്ത് ഇവൻ ഇങ്ങനെ ചാറ്റ് ചെയ്തു. മോശം ചാറ്റൊന്നുമില്ല, പക്ഷെ റിലേഷൻഷിപ്പിലുള്ള ഒരാള് ഇങ്ങനെ ചാറ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ തെറ്റല്ലേ, തപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ചോദ്യങ്ങൾ ഫസ്മിനെ എടുത്ത് ചോദിക്കേണ്ടി വരും. പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളായിട്ട് നമ്മൾ കിണ്ടി പൊക്കുന്നില്ല കേട്ടാ. പിന്നെ കൂട്ടുകാരി മദർ തെരേസയെ ഒന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നു. ഇത്രയും നല്ലൊരു പെൺകുട്ടി അക്ബർ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്ന് താൻ പിന്നെയാണ് അറിയുന്നത്. അതുകൊണ്ടാണ് അതുവരെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് തോട്ടി തനവില്ലേ? നിന്റെ കൂട്ടുകാരി ആരാണെന്ന് ഒന്ന് അറിയിക്കൂ പ്ലീസ്. പറ്റുമോ ഫസ്മിന്? അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. കാരണം അറിയണമല്ലോ, നല്ല ആരോ ആണത്. മനസ്സിലായി? ഫസ്മിനെ പറ. അല്ലാണ്ട് നത്തിങ് അൺയൂഷ്വൽ. നമുക്ക് അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ്. സോ നമ്മൾ ചോദിച്ചു പോകും, ഇസ് ദിസ് റിയൽ? നോർമലായിട്ട് കാണുന്ന ഒരു പേഴ്സൺ നമ്മൾ സ്വൈപ്പ് ചെയ്തൊരിക്കലും ഈ പരിപാടി എന്തെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതിന്റെ അകത്ത് പോയിരുന്ന് കാട്ടവരതങ്ങൾ സ്വൈപ്പ് ചെയ്ത് ഓരോരുത്തന്മാരും ഓരോരുത്തരും കിട്ടും. ഇരുന്ന് വല്ലവന്റെ അടുത്തും വല്ലവന്റെ അടുത്തും സംസാരിച്ചുകൊണ്ടിരിക്കും. സ്വന്തം വീട്ടിലെ പെറ്റ തള്ളയടുത്തും തന്തയടുത്തും സംസാരിക്കില്ല. വല്ലവന്റെ അടുത്തും വല്ലവളടുത്തും ഒക്കെ വിട്ടുകൊണ്ടിരിക്കും. ഇതാണ് ആ ആപ്പിന്റെ അകത്ത് കിടക്കുന്ന കോപ്പിലെ പരിപാടി. ഈ കോപ്പിലെ പരിപാടിയാണ് ഇവിടെ കൂട്ടുകാരി ചെയ്തുകൊണ്ടിരുന്നത്. ആ കൂട്ടുകാരി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കോപ്പിലെ പരിപാടിക്കകത്ത് ഇവനെ വന്ന് കിട്ടിയത്. അങ്ങനെയാണ് ഇവന് ഇതിൻ്റെ അകത്ത് വന്ന് സ്വൈപ്പ് അടിച്ചുകൊണ്ടിരുന്നത്. നമ്പർ കൊടുക്കുന്നു, വഷളത്തനത്തിലോട്ട് പോകുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവരതൊന്നും ചാറ്റ് ചെയ്തിട്ടില്ല. പിന്നെ റിലേഷനിലിരിക്കുന്ന അവന് ഇതിന്റെ അകത്തൊന്നും പെണ്ണുങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നീ സിംഗിൾ ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താനെ. പക്ഷെ നീ കമ്മിറ്റഡ് ആയ സ്ഥിതിക്ക് നിന്നെ ഒരു തരത്തിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണ് എന്തോ വലിയ മദർ തെരേസ പോലെയാണ് ഇവിടെ വസ്തുവിനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ കണ്ടന്റ് എടുത്തത്. ഞാൻ ആദ്യം വേണ്ടെന്ന് വെച്ച് ഇന്നലെ കണ്ട സമയത്ത് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് വേണ്ടെന്ന് വിട്ട്. പക്ഷെ ഇന്ന് പലരും വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിയിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താടാ ഇങ്ങനെ ആ പെണ്ണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെണ്ണ് വലിയ പതിവ്രതയായിട്ടിരിക്കുന്നുണ്ടല്ലോ, അവളെ പറ്റി 10 പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എടുത്തത്. ബാക്കി പറ. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന്. പുള്ളി യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ചാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത ചാറ്റ് എങ്ങനെ വിശ്വസിക്കൂ എന്നുള്ള ഇത്. അപ്പോൾ ഹി വാസ് ലൈക്ക് ട്രസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതായത് പുള്ളി ഒറിജിനൽ ആണെന്ന് ഇനി ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ട് മറ്റെന്താ പരിപാടി ഉണ്ടല്ലോ അതെല്ലാം ചെയ്യാം. SIP അല്ലല്ലോ, മറ്റേ എന്തോ ഒരു പരിപാടി ഇട്ടേ അണ്ണാക്കിലിരിക്കുന്നു, നാക്കിന്റെ തുമ്പത്തോട്ട് വരുന്നില്ല. ആ പരിപാടി ചെയ്യാം. എന്റെ പൊന്നു ഫസ്മിനെ, എനിക്ക് പോ. നിന്റെ കൂട്ടുകാരി ഇരുന്ന് നായകരിക്കാതെ പതിവത നിന്റെ കൂട്ടുകാരിയല്ലേ, ക്വാളിറ്റി ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അയ്യോ നീയൊക്കെ ഇപ്പൊ വലിയ നല്ല പിള്ളകളായി. പാക്കത്താനെ പറയുന്ന കാളിയോട് ആട്ടത്തെ കൂട്ടുകാരി ആരെന്ന് അറിയണ്ടേ? അറിയിക്കാം. പുള്ളി റെഡിയാണ്. ഐ ഡോണ്ട് നോ ലൈക്ക് എന്തിനാണ് പുള്ളി റെഡിയാവുന്ന, അല്ല ആസ് ഇൻ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലൈക്ക് ബിസിനസ് ഐഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ പുള്ളി ഐഡൻറ്റിറ്റി ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹീ ഈസ് റെഡി. അതും ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ദിസ് ഇസ് ദ തേർഡ് ചാറ്റിൽ അവൾ ട്രസ്റ്റ് എങ്ങനെയാണ് വരുത്തണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി, അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന്.
ആൻഡ് ഷീ ടോൾഡ് നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അല്ലെന്നറിയാം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന്. ബട്ട് ഹി വാസ് ഓക്കെ ടു ഷെയർ ഹിസ് നമ്പർ. പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെയാണ്. ഓക്കെ, ഇവിടെ അക്ബർ നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെ ആണെന്ന് പറയുന്നു, നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അക്ബറെ, ഞാൻ ഒരു കാര്യം പറയാം കേട്ടാ, മറ്റേ അജ്മൽ അമീർ വന്നിരുന്ന് പറഞ്ഞ പോലെ എന്നൊന്നും പറയല്ലേടെ, സഹിക്കാൻ പോലും പറ്റൂല എനിക്ക്. ദയവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും നീ പറഞ്ഞു കളയില്ലേ, നീ എന്നങ്ങ് സമ്മതിക്ക്. അതിന്റെ പേരിൽ നിന്റെ ഭാര്യ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും അന്തസ്സോടെ ക്വാളിറ്റിയോടെ ജീവിക്കാൻ നോക്കും. കേട്ടാ, ഒരു റിലേഷനിലായി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ജെന്യൂനിറ്റി കീപ്പ് ചെയ്യണം അവിടെ, അല്ലാതെ ഒരു റിലേഷൻ കൊണ്ടുപോകില്ല. അത് രണ്ടുപേരും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള ആളും നമ്മളവിടെ ജെന്യൂനിറ്റി കീപ്പ് ചെയ്യണം. എനിക്ക് ആ ഒരു പോയിന്റിൽ ഭയങ്കര ഒരു ഇതുള്ള വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഞാൻ എന്തെങ്കിലും കാട്ടാവരാതങ്ങൾ ഈ ഒരു സമയത്ത് കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ഒരു റിലേഷനിലാവുകയാണെങ്കിൽ അവിടെ 100% ജെന്യൂനിറ്റി കീപ്പ് ചെയ്യും. അത് ചങ്കി തൊട്ട് പറയുന്ന കാര്യമാണ്. പിന്നെ ഞാനൊരു കാട്ടാവരാതത്തിനും പോകത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ അവരാഴ്ചകൊണ്ട് നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, അക്ബറെ നീ ചെയ്തത് തെറ്റാണ്, നിന്റെ ഭാര്യയെ വഞ്ചിക്കുന്നതിന് തുല്യമുള്ള പരിപാടി തന്നെയാണ്. അവളെ വച്ചും കൊണ്ട് വേറെ പെണ്ണുങ്ങളെടുത്ത് പോകുന്നതും, ചാറ്റ് ആയിക്കോട്ടെ, മോശം ചാറ്റൊന്നും നീ ചെയ്തില്ല എങ്കിലും അതിന്റെ ഒരു ഇന്റൻഷൻ, ഞാനൊരു പയ്യനല്ലടേ, നമുക്ക് മനസ്സിലാവും, ഒലിപ്പിച്ച് പോകുന്നതിന്റെ ആ ഒരു സാധനം മനസ്സിലാവും. പക്ഷെ നീ ചെയ്തത് തെറ്റാണ്. നീ ബിഗ് ബോസിന്റെ അകത്ത് ഇരുന്ന് അടിക്കുന്ന ഡയലോഗുകൾ വായ്ത്താളം കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ലോകം ഉടായ്പാണ്. അതെന്തായാലും ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാറ്റോടെ. എന്ന് വെച്ചിട്ട് നീ ലോകം കണ്ട കാട്ടവരാതി എന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നീ ബിഗ് ബോസിന്റെ അകത്ത് പറയുന്ന ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പുറത്തൊരു ലൈഫുണ്ട് മറ്റുണ്ട്, ഇപ്പം നിന്റെ ലൈഫ് എങ്ങനെയായി? ബിഗ് ബോസിനെക്കാളും കോഞ്ഞാട്ടായില്ലേ? ഇതാണ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വലിയ നന്മമരങ്ങളാകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഞാൻ ഈ ലോകം കണ്ട നന്മമരമൊന്നുമല്ല, എന്നെ പോലെ ഒരു നല്ല കേട് കിട്ടാൻ വേറെ ചിലപ്പോൾ കാണൂല പഞ്ചായത്തിൽ. ഞാൻ അത്രയ്ക്ക് വൃത്തികെട്ട മൈൻഡൊക്കെ തന്നെയാണ്. എന്ന് വെച്ചിട്ട് നമുക്കൊരു എത്തിക്സ് ഉണ്ട്, ഏത് കാര്യം ചെയ്താലും ഒരു എത്തിക്സ് ഉണ്ട്. ഞാനത് കീപ്പ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റിലേഷനിലായിരുന്ന അവിടെ ജെന്യൂനിറ്റി കീപ്പ് ചെയ്യും. മറ്റൊരു പെണ്ണിൻ്റെ അടുത്ത് പിന്നെ പോകുന്ന പരിപാടിയോ അല്ലെങ്കിൽ മോശം ചാറ്റിനോ അല്ലെങ്കിൽ മറ്റൊരു ആ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കത്തില്ല. പിന്നെ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അങ്ങനെ ആവണം കേട്ടോ, റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആവണം. അതാണ് അതിൻ്റെ ഒരു ഇത്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. പക്ഷേ ഇവിടെ ഫസ്മിനയുടെ കൂട്ടുകാരി, ടിൻഡറിൽ ഇരുന്ന് സ്വൈപ്പ് ചെയ്ത് കളിക്കുന്ന കൂട്ടുകാരി മദർ തെരേസ, ഇവൾ കാവാല്, ഇവള് വലിയ പതിവൃത. സൂപ്പർ, നിങ്ങളെല്ലാവരും സൂപ്പർ. നിന്നെ കൊണ്ട് വാ തുറപ്പിക്കല്ലോ, വിട്, പോ പുല്ല്. നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഇത്രയും പബ്ലിക്കലി ഇത്രയും ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ആക്കുമോ? ഒറിജിനലി നമ്പർ ഷെയർ ആക്കുമോ എന്ന് നമുക്ക് തോന്നും. ബട്ട് യെസ്, ഹീ ഷെയർഡ് ഹിസ് നമ്പർ. അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു 2 മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വേർ ദിസ് ഗോസ്. ഓക്കെ, അത് കഴിഞ്ഞ് 4ാമത്തെ ചാറ്റ് ഞാനിവിടെ 4ാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. ഇതിൽ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ? ഓക്കെ, ലെറ്റ്സ് നോ ഈച്ച് അതർ. വൈ ഡു യു ഹാവ് ടു നോ ഹർ? കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല. ഷീസ് എ വെരി നോർമൽ ഗേൾ. ഷീസ് എ വെരി നോർമൽ ഗേൾ. ടിൻഡറിലിരുന്ന് കണ്ടവന്മാരെ കിണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് വെരി നോർമൽ ഗേൾ. കൊള്ളാം. അതുകൊണ്ട് എൻ്റെ പൊന്നു വസ്മിനെ അവളങ്ങ് ന്യായീകരിച്ച് മെഴുകി എടുക്കല്ലേ, അത് നമുക്ക് യോജിപ്പുള്ള പരിപാടിയല്ല. അത് തൊട്ടിത്തനം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അവൾ വലിയ പതിവുള്ള യുവന്മാരെല്ലാം ആ പരിപാടി ഇവിടെ നടക്കൂല. എനിക്ക് യോജിപ്പില്ലാത്ത പരിപാടിയാണ് കേട്ടോ. അപരാധം കാണിച്ചെന്ന് പറ, അത് അന്തസ്. അല്ലാണ്ട് അവള് നല്ലവളും ഇവൻ കാട്ടപരാധി എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് നിന്റെ ടോക്കില്ലേ, അതെനിക്ക് അങ്ങോട്ട് എടുത്ത് വിഴുങ്ങാൻ പറ്റുന്നില്ല. അവള് വലിയ മദർ തെരേസയും ഇവൻ കാവാലയ്യയും ആണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പുമില്ല. അതുകൊണ്ട് ഇവൻ നമ്പർ കൊടുത്തു, ഓക്കെ, ഇവന്റെ കുത്തിക്കഴപ്പ് തന്നെയാണ്, ഡയറി കയറി പോയിട്ടുണ്ട്. ഞാനൊരു കാര്യം അക്ബറിന്റെ അടുത്തൊന്നല്ല പൊതുവേ പറയാം, നീ അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്നവർ ഇങ്ങനത്തെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടി പുറപ്പെടുവോടെ, അതുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത്. അജ്മൽ അമീറിന്റെ കേസ് സംസാരിച്ച സമയത്ത് അവന് റിലേഷൻഷിപ്പിലുണ്ട്, പിന്നെ പരസ്പര സമ്മതത്തോടെ ചാറ്റ് ചെയ്ത പരിപാടിയാണ്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൻ അത്യാവശ്യം റീച്ചിലും ഫെയിമിലും വീണ്ടും ഹൈപ്പിലോട്ട് കയറിയ സമയത്ത് എടുത്ത് അടിച്ച് അണ്ണാക്കി കൊടുത്തത്. അതൊക്കെ നാളെ ഈ പരിപാടി തന്തയില്ലാത്ത പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. സീരിയസ്ലി തന്തയില്ലാത്ത പരിപാടിയാണ്. പരസ്പരം സുഖം അനുഭവിച്ചിട്ട് പിന്നെ എടുത്തിട്ട് കൊട്ടുന്നത് അത് മറ്റേ അടുത്ത പരിപാടിയാണ്. രാഹുൽ ഈശ്വറിന്റെ കേസ്, ഇതെല്ലാം തൊട്ടി പരിപാടിയാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജെന്യൂനായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഇവിടെ അജ്മൽ അമീറിന്റെ കേസിൽ അവൻ ആണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകി വീണ്ടും ഊക്കുവാൻ കൊണ്ടുപോയി. അവൻ പകരം പറയണം, സമ്മതിക്കണം. ചെയ്തെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, ഞാനാണെങ്കിൽ സമ്മതിക്കും കേട്ടോ. എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കും, അത് വേറെ കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം, ഇന്നല്ലെങ്കിൽ നാളെ പോവും.
കൺഫേമാ. ഓക്കെ, അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും. കേട്ടാ, അക്ബറിന്റെ അടുത്തൊന്നല്ല, മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാണ്. പിന്നെ പ്രത്യേകിച്ച് നീയൊക്കെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നു. ഈ ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് ആര്യന്റെ ചാറ്റ് എന്ന് പറഞ്ഞ് പുറത്തു വന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ച് എന്താ പറഞ്ഞു, പരസ്പര ഇഷ്ടത്തോടെ കുണച്ച പരിപാടി. അവന് റിലേഷനും ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല. നീ അടിയുടെ ചാറ്റ് ആ മൈൻഡിലായിരുന്നു നീയൊക്കെ പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് ഒരസിയിട്ട് പിന്നെ വന്നിട്ട് അവ ഒരസിയത് മാത്രം കുഴപ്പമെന്ന് പറയുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു പരിപാടിയല്ല. എന്തായാലും സ്വൈപ്പ് ചെയ്ത് കളിച്ചില്ലേ കൂട്ടുകാരി, നല്ല അടി പോണി കൂട്ടുകാരി. അപ്പോൾ ബിസിനസ് പരമായിട്ടൊരു ഗെയിനും ഇല്ല, ഒന്നുമില്ല. എൻ്റെ സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ വൈ യു ആർ ഗോയിങ് ഇൻ ടു ടിൻഡർ, ഷെയറിങ് യുവർ നമ്പർ. അത് കഴിഞ്ഞിട്ട് അവളെ കുറച്ചും കൂടെ അടുത്തറിയാമെന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ഹീ ഹാസ് എ ഫിയാൻസെ. അതിപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പുള്ളിക്കാരി ആ എപ്പിസോഡിൽ വരികയും പുള്ളിനെ കെട്ടിപ്പിടിക്കുകയും അവർ തമ്മിൽ കുറേ പുള്ളി കരയൊക്കെ ചെയ്തായിരുന്നെന്ന് തോന്നുന്നു, മിസ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഒരു റിലേഷനിൽ നിൽക്കുന്ന കേട്ടല്ലോ, ഇവള് പറയുന്ന കേട്ടല്ലോ, അത്രയും ഒരു റിലേഷനിൽ നിൽക്കുന്ന ഒരാള്. അപ്പം ഈ അക്ബറിന് റിലേഷൻ ഉള്ള കാര്യം ഇവക്കും അറിയാം, ഉള്ള കൂട്ടുകാരിക്കും അറിയാം. പിന്നെ ഞാനൊരു കാര്യം വസ്മിനെ അടുത്ത് കേട്ടോ, നിന്റെ കൂട്ടുകാർ എന്തൊരു ഗീരകത്തിനാണ് അതിൻ്റെ അകത്തിരുന്ന് ചൊരണ്ടിക്കൊണ്ടിരുന്നത്? മീൻ കിട്ടുമോ നോക്കാനാ? വലയിട്ടുകൊണ്ടിരുന്നതാ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ പിന്നെ ഡേ അക്ബറെ, നീ ഇത് ഇറന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എനിക്ക് സഹതാവാണ് തോന്നുന്നത് നിന്റെ അടുത്ത്. സീരിയസ്ലി എനിക്ക് സഹതാവാൻ തോന്നുന്നു. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, നിന്റെ മാനസികാവസ്ഥ എനിക്ക് ഇപ്പം മനസ്സിലാവും. പക്ഷെ നീ കാണിച്ചത് തെറ്റാണ്, ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നിനക്ക് റിലേഷൻ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നീ മറ്റൊരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് ചാറ്റുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു പരിപാടിയല്ല. അതിൻ്റെ പേരിൽ നീ ഏറിപ്പോയത് പറഞ്ഞിട്ട് കാര്യമില്ല അളിയാ, വിട്ടുകളാ പോട്ട്. ഏറിപ്പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് താഴെ ഇറങ്ങട്ടെ. നിന്റെ പെണ്ണും പിള്ള നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ സ്വൈപ്പ് ചെയ്തോണ്ടിരുന്നില്ലേ കൂട്ടുകാരി? സൂപ്പർ. കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ഒരാൾ ടിൻഡറിലൊക്കെ കയറി ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ നമ്പർ കൊടുക്കാൻ ഒറ്റയടിക്ക് എന്ന് പറയുന്നതിലോട് ഞാൻ യോജിക്കുന്നില്ല. സോ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്സ് എ നൈസ് ഐഡിയ. പിന്നെ പുള്ളി നമ്പർ ഷെയർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ ആണോ എന്ന് എന്നെ നോക്കാൻ വേണ്ടിയിട്ട്, ഇത്രയൊക്കെ ആയിട്ടും ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കയറി നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ ഡി പിയും ഇതും വന്നു. ട്രൂ കോളർ നോക്കി, ട്രൂ കോളറിലും അക്ബർ അക്കു എന്നാണ് കിടക്കുന്നത്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഷീ വെൻ്റ് ഇൻ ടു ഹിസ് ഇൻസ്റ്റഗ്രാമിൽ നോക്കി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും പുള്ളി മാരീഡ് ആണ് എന്നറിയണം എന്നില്ല. പുള്ളീനെ ജസ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ്, പേഴ്സണൽ ലൈഫ് അറിയാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഷീ സോ ഹർ ഫോട്ടോ. അവളുടെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേക്കും പുള്ളീനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു ബിഗ് ബോസിൽ നിന്ന ടൈമിൽ. അപ്പോൾ ഷീ ന്യൂ ഹി വാസ് മാരീഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ആൻഡ് ദെൻ ഷീ സെൻഡ് ദിസ് ലാസ്റ്റ് കോൺവെർസേഷൻ. അതായത് ഷീ സെഡ് എ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ് ഒക്കെ വിഷ് ചെയ്തു. ഇത് കണ്ടിട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ ഓൾ ഹി സെഡ് വാസ് താങ്ക് യു. അതായത് പുള്ളിക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചല്ലോ, പുള്ളി മാരീഡാണെന്നോ അല്ലെങ്കിൽ പുള്ളിക്ക് ഒരാളുണ്ടെന്ന് അറിഞ്ഞല്ലോ, അതിലൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. ഹി വാസ് വെരി കാം. ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്തതിന് ഒരു താങ്ക് യു പറഞ്ഞിട്ട് പുള്ളി അവളെ റിമൂവ് ചെയ്തു, ടിൻഡറിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കി വിട്ടു. സോ ഇതും നിങ്ങൾക്ക് നോർമലായിട്ട് തോന്നുമായിരിക്കും. ആൻഡ് വാട്ട് ഇഫ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, വാട്ട് ഇഫ് അവളത് കണ്ടുപിടിച്ചില്ല, ആ ചാറ്റ് ലീഡ് ഓൺ ചെയ്തായിരുന്നെങ്കിൽ വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ്? അതായത് നമ്പർ വരെ പുള്ളി കൊടുത്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ്? അത് ലീഡ് ഓൺ ചെയ്യാത്തോണ്ട്. എടാ പൊന്നു മോളെ, നീ പറയണ അതുപോലെ എടുത്തങ്ങ് വിഴുങ്ങണം അല്ലേ? നിന്റെ കൂട്ടുകാരിക്ക് അക്ബറിന് റിലേഷൻഷിപ്പ് ഉള്ള കാര്യം അറിഞ്ഞൂടാ അല്ലേ? ബിഗ് ബോസ് കണ്ട കൂട്ടുകാരി, അല്ലെങ്കിൽ ബിഗ് ബോസ് ഫെയിം എന്ന് അക്ബറിന് അറിയാന്നുള്ള കൂട്ടുകാരി, ആ കൂട്ടുകാരിക്ക് അറിയത്തില്ല അക്ബറിന് റിലേഷൻ ഉള്ള കാര്യം. നമ്പി ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവളുടെ കൂട്ടുകാരി മദർ തെരേസ, ഇവൻ കോവാലയ്യ. ഈ അവസ്ഥ നല്ല നല്ല ടീമാടാ, എന്നടാ പണ്ണി വച്ചിരിക്ക, നല്ല നല്ല ടീമാടാ. എടാ പൊന്ന് അടി സഖേ റസ്മിന, തള്ളുമ്പോ മയത്തി തള്ളു. നീ പറയുന്നത് കേട്ടും കൊണ്ട് വായും വളർന്നിരിക്കുന്ന കുറെ ടീം കാണും. എന്നാ കണത്തി കൂട്ടല്. അക്ബർ റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞൂടെന്ന്. വേറെ ഒന്നും വേണ്ട. എത്ര ട്രോള്, എത്ര ഇതിൽ ഏറിപ്പോയി. ഇവൻ എയർപോർട്ടിൽ വന്ന സമയത്ത് ഇവന്റെ ഭാര്യയെ മൈൻഡ് ചെയ്തില്ലെന്നുള്ള ടീമിൽ തന്നെ ഏറിപ്പോയി. എന്നിട്ട് നിന്റെ കൂട്ടുകാരിക്ക് അറിയത്തില്ല. അതൊക്കെ പോട്ട്. നിന്റെ കൂട്ടുകാരിക്ക് എന്തിനാണ് ടിൻഡറിലുള്ള പരിപാടി, സ്വൈപ്പ് ചെയ്ത് കളി? കൂട്ടുകാരി മതത്തരിച്ച എന്റെ പൊന്നു മോളെ, നമ്മളെ കുറേ കളികൾ കണ്ടതാണ്, ഇനിയും കളികൾ കാണാൻ കിടക്കുവാണ്. ജനങ്ങളെ നിനക്ക് ഒരു പരിധിവരെയൊക്കെ ചില വിഡ്ഢികളെ പൊട്ടം തട്ടിക്കും.
പക്ഷെ നമ്മളെപ്പോലുള്ളവന്മാർ പൊട്ടം തട്ടിക്കാനായിട്ട് ഇറങ്ങല്ലേ പൊന്നുമോളെ. അവിടെ തന്നെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വരുന്നൊരു കാര്യമാണ് എന്താ, രണ്ട് കൈയും കൂട്ടിയിടിച്ചാലല്ലേ ഒച്ച കേൾക്കൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ദർ ആർ എക്സെപ്ഷണൽ കേസസ്. അതായത് പബ്ലിക് ഫിഗറിൽ നിൽക്കുന്ന ആൾക്കാർ ആരാന്നറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആൾ ഒറിജിനൽ ആണെന്ന് അറിയാൻ നമ്മൾ ചാറ്റ് ചെയ്യും. അല്ലാണ്ട് രണ്ട് കൈയും ആ കുട്ടി ചാറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇതാക്കി പോയത്, അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടല്ലേ മെസ്സേജ് അയച്ചതെന്ന് പറയുന്നവരോടാട്ടോ ഞാനിത് പറയുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ ഷീ വോണ്ടഡ് ടു നോ ഇസ് ദിസ് ഒറിജിനൽ ആൻഡ് പുള്ളി ഒറിജിനലി ഡേറ്റിങ്ങിലോട്ടാണോ മൂഡ് പോകുന്നത്, അതാണ് താല്പര്യം, എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, OG ആണോന്ന് മെയിനായിട്ട് നോക്കാനാണ് പുള്ളിക്കാർ മെസ്സേജ് അയച്ചത്. പിന്നെ ഞാനൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും. ഓക്കെ, മുട്ടുവിൻ തുറക്കപ്പെടും. ഓക്കെ, ഈ മുട്ടാൻ പോയിട്ടല്ലേ ആ ഡോറ് തുറക്കാണ്ടോ ഇരിക്കുന്നത്? എന്തിനാണ് മുട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദാറ്റ് ഈസ് മൈ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മുട്ടുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യമില്ലേ വാട്ട് എവർ, നിങ്ങളുടെ എന്ത് ഐഡിയയ്ക്ക് വേണ്ടിയാണ് ടിൻഡർ ഡൗൺലോഡ് ചെയ്തെങ്കിലും നിങ്ങൾ മുട്ടുന്നുണ്ട് ചെറുതായിട്ട്. അതും മുട്ടും ഇതൊക്കെ പറയുന്നത് ആരാ ഈ ഉപദേശമൊക്കെ കൊടുക്കുന്നത്? കാണുമ്പം ചിരി വരുന്നടേ, അതുകൊണ്ട് ചിരിച്ചു പോകുന്നതാ. ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട്. നല്ല ഉപദേശം നമ്മൾ കണ്ടതാ, ചരിത്രമൊക്കെ അറിയാവുന്നതാ. അതുകൊണ്ട് കൂടുതലും കൊണ്ട് ഉപദേശിക്കാൻ നിൽക്കില്ലേ. കൂട്ടുകാരിയില്ലേ മദർ തെരേസയേക്കാൾ മികച്ച നല്ല ഒരു വ്യക്തിക്കുടമയായിട്ടുള്ള കൂട്ടുകാരി, ആ കൂട്ടുകാരി ഒന്ന് എക്സ്പോസ് ചെയ്യും, കാണാൻ ഒരു കൊതിയ. ആരാ കൂട്ടുകാരി? അല്ല കൂട്ടുകാരി. അവൾക്ക് അറിയത്തില്ല അക്ബർ എൻഗേജ്ഡ് ആണെന്ന്. നമ്പി പൊട്ടന്മാരെടുത്ത് പോയി പറഞ്ഞാൽ മതി. അത് വിശ്വസിക്കുന്ന കുറേ പൊട്ടന്മാർ കാണും, നിന്റെയൊക്കെ ഗണത്തിൽ പെട്ടിട്ടുള്ള ലൂപ്പിലുള്ള സാധനങ്ങൾ. നമ്മൾ വളന്താന്മാരല്ല. അതിൽ പിന്നെയും സംശയങ്ങളുണ്ട്. സോ ആസ് ഐ ടോൾഡ്, ഇതെൻ്റെ പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പുള്ളിക്ക് ഒന്നുകൂടെ ക്രോസ് ചെക്കിംഗ് ഒക്കെ നടത്തി മെസ്സേജ് അയച്ചു. അപ്പോൾ അക്ബർ റിപ്ലൈ കൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, അക്ബർ ചെയ്ത് തെറ്റാണ്, തൊട്ടിത്തനം തന്നെയാണ്, വേറെ ഒന്നുമില്ല, റിലേഷനിൽ ഇരുന്നു കൊണ്ട് കാണിച്ച തൊട്ടിത്തനം. പക്ഷെ ഇവളുമാര് പറയുന്നതല്ല അതുപോലെ എടുത്ത് വിഴുങ്ങിക്കൊണ്ടിരുന്നിട്ട് കൈയടിക്കാൻ ഞാൻ അങ്ങനല്ല. ബാക്കി മോള് പറ അയച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ടെക്സ്റ്റാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അക്ബർ അല്ലേ, ബിഗ് ബോസിൽ നിന്നിട്ടുള്ള അക്ബർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴും പുള്ളി കൺഫേം ചെയ്തിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് മുട്ടൻ കോമഡി സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയോട് ചോദിക്കാണ്ട് തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാനല്ലേ കുറച്ച് മുന്നേ തനിക്ക് നമ്പർ തന്നതെന്ന്. അതായത് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി വിചാരിച്ചത് ടിൻഡർ വഴി പരിചയപ്പെട്ടത് എന്നെയാണ്, എനിക്കാണ് പുള്ളി നമ്പർ ഷെയർ ചെയ്തതെന്ന്. ഓ മൈ ഗോഡ്, എന്താ പറയുക, ഒന്നും പറയാനില്ല എനിക്ക് ആ കാര്യത്തിൽ. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചിരിച്ചു. എന്നിട്ട് ഞാൻ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു, ഞാൻ ആ ആളല്ല. എന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം, ഞാൻ എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഐ എക്സ്പോസ് പീപ്പിൾ. അത് കഴിഞ്ഞ് പുള്ളിയുടെ അനക്കം കേട്ടിട്ടില്ല. പുള്ളി ഒരു റിപ്ലൈ ഇല്ല, പുള്ളി സീനാക്കിയിട്ട് പോയി. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ന്യായം പറയാനോ? ഐ എക്സ്പോസ് പീപ്പിൾ പിന്നെ ചക്കക്കൊരു അത് പോട്ടെ. അപ്പം അക്ബറെ, നീ മൂഞ്ചി, ഇത് നീ അല്ല എങ്കിൽ നീ വന്ന് തെളിയിക്കണം. ഇത് നിന്റെ നമ്പർ അല്ലെങ്കിൽ നീ തന്നെ വന്ന് തെളിയിക്കണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിന്റെ കേസിൽ. നീ നാറി നിന്റെ വീട്ടിലും നാട്ടിലും ഒക്കെ അറിഞ്ഞാണ്, ഭാര്യ അറിഞ്ഞാണ്. അവൾ നിന്നോട് ക്ഷമിച്ച അല്ലെങ്കിൽ അവൾ നിനക്കൊരു അവസരം കൂടി തന്ന നിന്റെ ഭാഗ്യമൊന്നും അങ്ങ് കൂട്ടിക്കോ. അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. അവൾ പാവം പെണ്ണ. അന്നും വീഡിയോ ഒക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി, പാവം പെണ്ണ, ഏതോ പാവം പിടിച്ച പെണ്ണ. അവൾ നിനക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ചീത്തവിളി നാട്ടുകാരോ എന്നും കേട്ടിട്ടുണ്ട്. ഏതോ പാവം പിടിച്ച പെണ്ണാണ്. തെറ്റ് പറ്റിയെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് ഇനി ആവർത്തിക്കാതിരിക്കാൻ നോക്കാം. അല്ലാണ്ട് ഇനി ഇതുപോലത്തെ കാട്ടപരാധങ്ങൾ ആവരാധിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. നിന്റെ കുടുംബ ജീവിതം നിന്റെ കയ്യിലാണ്. ഞാൻ എപ്പോഴും പറയും, പയ്യന്മാരാണ് പല കാട്ടപരാധങ്ങളും കാണിക്കും. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അല്ലാണ്ട് പിന്നെയും കാട്ടപരാധങ്ങൾ കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേട്ട് നാട്ടുകാരുടെ മുന്നിൽ നാറാം. അല്ലാതെ ഒന്നും നടക്കില്ല അക്ബറെ. പിന്നെ നീ ഇത്രയും ഫെയിമിലിരിക്കുന്നതാണ്. നീ ഇങ്ങനെ പോയി ഒരു പെണ്ണിൻ്റെ അടുത്ത് മുട്ടുമ്പോൾ നീ വിചാരിക്കും അവൾ ആരുടെ പറയൂല, നിന്നെ അങ്ങ് പരിപാടി നടക്കുമെന്ന് ചിലപ്പോൾ വിചാരിക്കും. നീ അങ്ങനെ വിചാരിച്ചെന്നല്ല, ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. നമ്മളെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ എല്ലാം എടുത്തു വയ്ക്കും. ഇപ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ടുകൾ നാളെ ആരെങ്കിലും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഐ ആം സിംഗിൾ. എനിക്ക് വാദിക്കാം. ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വാദിക്കാം. അങ്ങനെ ആണെങ്കിൽ എനിക്കെന്ത്, ഞാൻ സിംഗിളായിട്ട് അടിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വാദിക്കാം. പക്ഷെ നീ അങ്ങനെയല്ല. നിൻ്റെ
ജീവിതം അങ്ങനെയല്ല, നിനക്കൊരു പങ്കാളിയുണ്ട്. അപ്പം നീ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം അക്ബറെ. അല്ലാണ്ട് ഇനി കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല. നീ ഇനിയിപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് നീ ആണെങ്കിൽ നീ ഇനി ചലക്കാൻ നിൽക്കണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. നീ അല്ലെങ്കിൽ മാത്രം നീ ചലക്കാൻ നിന്നാട്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നിന്റെ വൈഫിനെ നീ എങ്ങനെയെങ്കിലും കൺവീൻസ് ചെയ്യാൻ നോക്ക്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.